നമസ്കാരം. ട്രംപ് ഇത്രയ്ക്ക് ഭീരുവാണോ? ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ഇറാൻ ആക്രമിച്ചതിന് പ്രതികാര നടപടി ഉണ്ടാകില്ല എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾക്ക് പിന്നാലെ ലോകം ഒന്നാകെ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇറാൻ അവരുടെ എല്ലാ അമർഷവും തീർത്തു കാണുമെന്നും ഇനി വിദ്വേഷം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് തന്റെ എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കിയത് ഞെട്ടലോടെയാണ് പലരും കേട്ടത്. ശക്തമായ തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് ഇങ്ങനെ ഒരു പ്രതികരണം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അമേരിക്കയിൽ ഈ പ്രസ്താവന ഞെട്ടലായി മാറുകയാണ്. ഖത്തറിനെ ആക്രമിച്ച ഇറാനെ അമേരിക്ക കടന്നാക്രമിക്കും എന്നായിരുന്നു തുടക്കത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇതിനിടെയാണ് ട്രംപിന്റെ വിട്ടുവീഴ്ച പോസ്റ്റ്. ഏതായാലും ട്രംപിന്റെ പുതിയ പ്രസ്താവന എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ്. ഖത്തറിലെ ഇറാൻ ആക്രമണം അമേരിക്കയെ ഭയപ്പെടുത്തിയോ എന്ന ചർച്ച പോലും ട്രംപിന്റെ പുതിയ പ്രതികരണം ഉയർത്തുന്നുണ്ട്. അതോ ഏറ്റവും വലിയ തിരിച്ചടിക്ക് മുൻപുള്ള സമാധാനമായിട്ടാണോ ഇതിനെ കാണേണ്ടത് എന്ന ഈ മേഖലയിലെ ചില വിദഗ്ധരും വിലയിരുത്തലുകൾ നൽകുന്നുണ്ട്. തിരിച്ചടിക്കുമെന്ന പ്രതീതി ഉണ്ടായാൽ ഇറാൻ അതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമെന്നും നനച്ചിരിക്കാത്ത നേരത്ത് ഇറാന് കനത്ത തിരിച്ചടി നൽകാമെന്ന കണക്കുകൂട്ടലാകാം ട്രംപിന്റെ ഈ ഒരു പ്രതികരണത്തിന് പിന്നിലെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും ട്രംപ് ആവർത്തിച്ച് പറയുന്നത് സമാധാനത്തിന്റെ വാക്കുകൾ മാത്രമാണ്. തിരിച്ചടിച്ചാൽ ഇറാൻ ഒറ്റപ്പെടുമെന്ന ഉറപ്പാണ്. ഇറാനെ സഹായിക്കാനായി നേരിട്ടിറങ്ങില്ല എന്ന് റഷ്യ ഉറപ്പ് നൽകി കഴിഞ്ഞു. മാത്രമല്ല ആണവായുധം നൽകില്ല എന്നും റഷ്യ വ്യക്തമാക്കി. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടായതിന് പിന്നാലെയാണ് റഷ്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. തങ്ങൾ ആണവ നിർവ്യാപന കരാറിന്റെ ഭാഗമെന്നാണ് മെദ്വദേവ് വിശദീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പ്രത്യേക കത്തുമായി ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തി പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ സൈനിക ആക്രമണങ്ങൾക്ക് പിന്നാലെയായിരുന്നു റഷ്യയുടെ കൂടുതൽ സഹായം തേടിയുള്ള നിർണായക സന്ദർശനം. പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി അരാഗ്ചി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഇറാനെ സഹായിക്കാനായി റഷ്യ നേരിട്ട് ഇറങ്ങില്ല എന്ന സന്ദേശമാണ് ലഭിച്ചത്. ഇത് ലോക സമാധാനത്തിന് കരുത്ത് പകരുന്നതായി മാറുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അമേരിക്കയും യുദ്ധത്തിനില്ല എന്ന സന്ദേശം നൽകുന്നത്. പശ്ചിമേഷ്യയിലെ യുഎസിന്റെ ഏറ്റവും വലിയ സൈനിക താവളമാണ് ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം. 100 വിമാനങ്ങൾ ഒരേ സമയം നിർത്തിയിടാൻ സാധിക്കുന്ന തരത്തിൽ 60 ഏക്കറിലായി പടർന്നു കിടക്കുന്ന ഈ വ്യോമതാവളത്തിൽ 10,000-ലേറെ US സൈനികരും ഉണ്ട്. ഇറാഖ്, സിറിയ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള സൈനിക നീക്കങ്ങൾ ഇവിടം കേന്ദ്രമാക്കിയാണ് US നടത്തിയിരുന്നത്. 1996-ലാണ് ഈ വ്യോമതാവളം US സ്ഥാപിക്കുന്നത്. ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് 19 സൈനിക താവളങ്ങളുണ്ട്. ഇതെല്ലാം ഇറാൻ ലക്ഷ്യമിടും എന്ന സൂചനകളും ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഇറാനെ വെറുതെ വിടുന്നുവെന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്നത്. ട്രംപ് പറയുന്നതിൽ എല്ലാം ഏറെ അസ്വാഭാവികതകളുണ്ട്. നേരത്തെ 2 ആഴ്ച കഴിഞ്ഞ് ഇറാനെ ആക്രമിക്കുന്നതിൽ തീരുമാനമെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പിന്നാലെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കില്ല എന്ന ട്രംപിന്റെ പുതിയ പ്രസ്താവനയും കൗതുകമായി മാറുന്നുണ്ട്. എന്തായാലും ട്രംപ് എന്താകും കണക്ക് കൂട്ടുന്നതെന്ന കൗതുകത്തിലാണ് ലോകം. ഇപ്പോൾ പതുങ്ങുന്നത് തക്ക സമയത്ത് കുതിക്കാനാണോ അതോ വിട്ടുവീഴ്ചകൾക്ക് പിന്നിൽ വേറെ എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ എന്ന് വരും മണിക്കൂറുകളിൽ കണ്ടറിയാം.